യുവമോർച്ച മഹിളാ മോർച്ച ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ ടാലന്റ് ഹണ്ട് നടത്തി ബി.ജെ.പിയും. മുൻ യുവമോർച്ച മഹിളാ മോർച്ച ഭാരവാഹികളെ ബയോഡേറ്റ ഉൾപ്പെടെ വാങ്ങി വിളിച്ചു വരുത്തിയായിരുന്നു അഭിമുഖം. കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിനെതിരെ ബി.ജെ.പി ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ടാലന്റ് ഹണ്ട്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളടക്കം കണ്ടെത്താൻ ടാലന്റ് ഹണ്ട് നടത്തിയപ്പോൾ വലിയ വിമർശനം ദേശീയതലത്തിൽ ഉന്നയിച്ച പാർട്ടിയായിരുന്നു ബി.ജെ.പി. ആ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തിലേക്ക് രാഹുൽ ഗാന്ധി മോഡൽ ടാലന്റ് ഹണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യുവമോർച്ച മഹിളാ മോർച്ച ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനാണ് ഇന്റർവ്യൂ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം നടത്തിയിരിക്കുന്നത്. തൃശൂരിൽ ഇന്നലെയായിരുന്നു ഈ ടാലന്റ് ഹണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരാണ് ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. മുൻ യുവമോർച്ച മഹിളാ മോർച്ച ഭാരവാഹികളെ ബയോഡാറ്റ ഉൾപ്പെടെ വാങ്ങി അവരെ വിളിച്ചു വരുത്തിയായിരുന്നു ഈ അഭിമുഖം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരള ബി.ജെ.പി ഈ കോർപ്പറേറ്റ് സംവിധാനത്തിലേക്ക് പോകുന്നുവെന്ന വലിയ വിമർശനം ഒരു വിഭാഗത്തിന് നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ മോർച്ച ഭാരവാഹികളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ രാഹുൽ ഗാന്ധി മോഡൽ ടാലന്റ് ഹണ്ടിനെതിരെ വലിയ വിമർശനം ബി.ജെ.പി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഉന്നയിച്ചിരുന്നു. മോർച്ചകളിൽ ഇതുവരെ പ്രവർത്തിച്ചവരുടെ പ്രവർത്തന മികവോ സംഘടനയുടെ പ്രവൃത്തി പരിചയമോ കണക്കാക്കാതെ സംഘടനാ സംവിധാനം കോർപ്പറേറ്റ് രീതിയിലേക്ക് പോകുന്നതിനെതിരെ കടുത്ത അമർഷത്തിലാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം. ഇനി അറിയാൻ കഴിയുന്നത്, അതായത് പരിഗണനയിലുള്ളത് വിവിധ മോർച്ചകളെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി ശ്യാംരാജ്, നിപിൻ കൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് ബി.ജെ.പി പരിഗണിക്കുന്നത്. മഹിളാ മോർച്ച അധ്യക്ഷരായി നവ്യ ഹരിദാസിനെയും സ്മിത മേനോനും പരിഗണനയിലുണ്ട്. എന്താണെങ്കിലും വലിയ വിമർശനം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പ്രവൃത്തി പരിചയം, അതായത് ഇതുവരെ പാർട്ടിയിൽ പ്രവർത്തിച്ച പരിചയമോ അവരുടെ സംഘടനാ മികവോ പരിഗണിക്കാതെ ഇത്തരത്തിൽ ടാലന്റ് ഹണ്ട് അഭിമുഖം നടത്തി മോർച്ച അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ഭാരവാഹികളെ നിയമിക്കേണ്ട സ്ഥിതിയിലേക്ക് പാർട്ടി എത്തിയോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.